അപ്പോൾ സർക്കാർ സർവീസിലാണെങ്കിലും സ്ത്രീകൾ പൊതുവെ താല്പര്യപ്പെടാത്ത ഒരു ജോലി അത് ഡഫേദാറുടേതാണ്. 5 വർഷം പവർ ലിഫ്റ്റിംഗിൽ ദേശീയ ചാമ്പ്യനായ സിജി പക്ഷേ ഈ ജോലി ചോദിച്ചു വാങ്ങിയതാണ്. സ്ത്രീകൾക്ക് അന്യമായ ഒരു തൊഴിലിടവും ഇല്ല എന്ന് കാണിച്ചു തരികയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഡഫേദാറായ ആലപ്പുഴ ചേർത്തല സ്വദേശി കെ സിജി. അപ്പോൾ നമുക്ക് സിജിയുടെ വിശേഷങ്ങൾ കണ്ടാലോ. ദിവസവും 100 കണക്കിന് ആളുകളായിരിക്കും കളക്ടറെ സന്ദർശിക്കാൻ എത്തുന്നത്. ഇവരുടെ ആവശ്യങ്ങൾ കേൾക്കുക, ഫയലുകൾ ക്രമീകരിക്കുക തുടങ്ങി കളക്ടറുടെ നിഴൽ പോലെ പ്രവർത്തിക്കണം. കളക്ടർ എത്തുന്നതിന് മുൻപേ ഓഫീസിലെത്തണം. രാത്രി എപ്പോൾ പോകാനാകുമെന്ന് ഒരു ഉറപ്പുമില്ല. ചുരുക്കത്തിൽ കളക്ടറുടെ ശിപായിയായ ഡഫേദാർ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഒപ്പമുണ്ടാകണം. രാവിലെ സാർ വരുമ്പോഴത്തേക്ക് ഇവിടെ കാണണം. പിന്നെ യൂണിഫോമാണ് എല്ലാവർക്കും മടി. യൂണിഫോം ഇട്ട് നിൽക്കണം, അതൊരു മടിയാണ് എല്ലാവർക്കും. ആണുങ്ങളെന്ന് പറയുമ്പോൾ അവർക്ക് കുഴപ്പമില്ല, അവർ മാറി ഉടനെ ഓടി വരും. ഇതങ്ങനെയല്ല, നമ്മൾ വന്നു കഴിഞ്ഞ് പിന്നെ മാറാനായിട്ട് കുറച്ച് സമയം എടുക്കും. അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. മുൻ ഡഫേദാറിന് സ്ഥാനക്കയറ്റം കിട്ടിയതോടെ അടുത്ത ദഫേദാർ ആരെന്ന ചോദ്യം ഉയർന്നു. ഒട്ടും മടിക്കാതെ സിജി ആഗ്രഹമറിയിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസും സമ്മതമറിയിച്ചതോടെ സീനിയർ ഓഫീസ് അറ്റൻഡർ ഡഫേദാറായി. എല്ലാവർക്കും സന്തോഷമായിരുന്നു. എല്ലാവരും അറിഞ്ഞ കേട്ടവിടെ ഓടി വരികയും ഞങ്ങൾക്ക് ആദ്യമായിട്ടൊരു ഡഫേദാരെ കിട്ടിയതല്ലേ, അപ്പം അതിന് അനുമോദിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എല്ലാവരും സപ്പോർട്ടായി. ഡിപ്പാർട്ട്മെന്റ് ആദ്യമായിട്ടാണൊരു വനിതയെ ഡഫേദാരായിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയാണ് ഇന്ത്യയിൽ തന്നെ ഇങ്ങനത്തെ ഒരു സംരംഭം ആദ്യമായിട്ടാണ് ഒരു ഡഫേദാറെ കളക്ടർ അസിസ്റ്റൻ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അതേ സമയത്ത് നമുക്ക് കളക്ടറുടെ ജോലി എല്ലാവർക്കും അറിയാവുന്ന വളരെ ശ്രമകരമായ ജോലിയാണ്. വൈകിട്ട് 7 മണി 8 മണിയൊക്കെ ഇരുന്നാലേ തീരത്തുള്ളൂ. അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യാൻ 3 മാസമായിട്ട് പുള്ളിക്കാരത്തി ഇവിടെ ദുരപ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. വളരെ ഭംഗിയായിട്ട് ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നതാണ്. സമയവും ആരോഗ്യവും നോക്കാതെ ജോലിയിൽ ഇങ്ങനെ കൃത്യമായി മുഴുകാൻ കാരണമെന്ത് എന്ന് ആലോചിക്കുന്നവരോട് 1995 മുതൽ ദേശീയ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പവർ ലിഫ്റ്റിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയതിന്റെ പെൺകരുത്തുകൂടിയാണിത്. എൻ്റെ ചേച്ചി പവർ ലിഫ്റ്ററായിരുന്നു. അപ്പം ചേച്ചിയാണ് എന്നെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര റോഡിലൊക്കെ നിന്ന് എല്ലാവരും ഇങ്ങനെ കളിയാക്കും. പണ്ട് അങ്ങനെയാണല്ലോ, ഇപ്പം പിന്നെ പ്രശ്നമില്ല. അപ്പോൾ കളിയാക്കുമ്പോഴത്തേക്ക് ഞാൻ പറയായിരുന്നു ഇതിനൊക്കെ പോകണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പ്രൈസ് ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും ഇന്ത്യക്ക് വേണ്ടി പോകുന്നതല്ലേ, അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടും GV രാജ അവാർഡ് വരെ മേടിച്ചു. ഇപ്പോഴും ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയി ഇറങ്ങി ഗോൾഡ് മെഡലാണ് കിട്ടിയത്. ഇനി ഇറങ്ങാൻ സാധിച്ചാൽ ഇറങ്ങും. വെള്ള ചുരിദാറും ഷൂവും ചുവന്ന ക്രോസ് ബെൽറ്റും സർക്കാർ മുദ്രയും ധരിച്ച് ആലപ്പുഴ കളക്ടറുടെ മുന്നിൽ സിജി നിൽക്കുമ്പോൾ അതൊരു ചരിത്രമാണ്. തൊഴിലിടങ്ങളിലെ അവകാശ പോരാട്ടങ്ങളുടെ ചരിത്ര ഓർമ്മയ്ക്കായി നമ്മൾ ഈ ദിവസം ആഘോഷിക്കുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ ഏറ്റെടുക്കുന്ന ജോലി എന്തായാലും അതിലേക്ക് നമ്മൾ ആത്മാർത്ഥതയോടെ നിന്ന് ചെയ്യുക എന്നുള്ളത്. അല്ലാതെ ഞാൻ എങ്ങനെ ചെയ്യും, എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയല്ല. നമ്മളെല്ലാ ജോലിയിലും സ്ത്രീകൾ മുന്നിട്ടിറങ്ങണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അവർക്കേ പറ്റത്തുള്ളൂ, ആൺപിള്ളേർക്കേ പറ്റത്തുള്ളൂ, അങ്ങനെയല്ല. നമ്മൾക്കും അത് പറ്റും എന്ന് നമ്മളത് എല്ലാവർക്കും മാതൃകയായിട്ട് കാണിച്ചു കൊടുത്തതാണ് ഞാനിത്. ന്യൂസ് മലയാളം, ആലപ്പുഴ. ഈ വനിതാ ദിനത്തിൽ ഇതിലും വലിയൊരു സന്ദേശമൊന്നുമില്ല അല്ലേ? സിജി പറഞ്ഞ ഒരു കാര്യം ഭയങ്കര കറക്റ്റാണ്. ഇപ്പം നമ്മൾ സ്ത്രീകൾ എപ്പോഴും വിചാരിക്കും എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ലല്ലോ, എനിക്ക് ഈ ഒരു പ്രശ്നമില്ലേ, എനിക്ക് ഇങ്ങനത്തെ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നില്ലേ. ഈ പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കാനോ അതല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ ചെയ്യാനോ നമ്മൾ എത്രത്തോളം അതിലൊരു എഫേർട്ട് എടുക്കുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിനൊക്കെ പോകുമ്പോൾ നമ്മളെ കളിയാക്കാനും ചിരിക്കാനും നമ്മളെ മാനസികമായി തളർത്താനും ഒട്ടനവധി പേര് നമുക്ക് ചുറ്റും കാണും. കാരണം നമ്മുടെ വിജയം ആഗ്രഹിക്കുന്നത് നമ്മൾ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മളെ കൂടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്നവർ മാത്രമാണ്. അതിനപ്പുറമുള്ള ആരും അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് നമുക്ക് എത്രത്തോളം മുന്നേറാൻ പറ്റും, അവിടെയാണ് ഒരു സ്ത്രീയുടെ ജീവിത വിജയം. സ്ത്രീയുടെ മാത്രമല്ല പുരുഷൻ്റെ ആണെങ്കിലും അവരുടെ ഒരു ജീവിത വിജയം എന്ന് പറയുന്നത് അവിടെയാണ്.